UN സ്പെഷ്യൽ റിപ്പോർട്ടർ ഫ്രാൻസെസ്ക അൽബനീസിനെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് പണ്ഡിതരുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ജനീവ ആസ്ഥാനമായുള്ള സർക്കാരിതര സംഘടനയായ UN വാച്ചാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഫ്രാൻസെസ്ക അൽബനീസിനോടുള്ള അതൃപ്തിക്ക് കാരണമെന്താണെന്നല്ലേ? ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തിയത് വംശഹത്യയാണ്. അതിൽ ആഗോളതലത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ട്. ഇക്കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്നതാണ് ഫ്രാൻസെസ്ക അൽബനീസ് ചെയ്ത തെറ്റ്. സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ അതൃപ്തി. ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ടറും ഇറ്റാലിയൻ അഭിഭാഷകയുമാണ് ഫ്രാൻസെസ്ക അൽബനീസ്. യഹൂദ വിരുദ്ധതയും ഹോളോകാസ്റ്റ് വിരുദ്ധതയും ആരോപിച്ച് കാനഡ, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ അപലപിച്ച ചരിത്രത്തിലെ ആദ്യത്തെ UN ഉദ്യോഗസ്ഥ കൂടിയാണിവർ. അടുത്ത കാലം വരെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് ഇന്റർനാഷണൽ മൈഗ്രേഷന്റെ അഫിലിയേറ്റഡ് സ്കോളേഴ്സ് പേജിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ട പേര് അൽബനീസിൻ്റെതായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ പേരും ചിത്രവും ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. അൽബനീസിന്റെ ജീവചരിത്ര പേജും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് ഇല്ലാതാക്കി. 6 മാസത്തിലേറെ കാലമായി അൽബനീസിനെ നീക്കം ചെയ്യാൻ UN വാച്ച് ജോർജ് ടൗൺ സർവകലാശാലയോട് ആവശ്യപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതിനു പുറമെ എല്ലാ US സ്ഥാപനങ്ങളും അൽബനീസിനെതിരായ US ഉപരോധങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ജോർജ് ടൗൺ സർവകലാശാലയോട് തന്നെ നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിന് US-നെ അൽബനീസ് അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതൊരു വഞ്ചനയാണെന്നാണ് അൽബനീസ് പറഞ്ഞത്. എനിക്ക് ഒരു US സർവകലാശാലയുമായി ബന്ധമുണ്ടായിരുന്നു, ഞാൻ അവിടെ പ്രഭാഷണം നടത്താറുണ്ടായിരുന്നു, എല്ലാം വെട്ടിച്ചുരുക്കിയിരിക്കുന്നു എന്നാണ് അൽബനീസിന്റെ പ്രതികരണം. അൽബനീസിനെ പുറത്താക്കിയ ജോർജ് ടൗൺ സർവകലാശാലയുടെ തീരുമാനത്തെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് UN വാച്ചിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹിലൻ ന്യൂയർ. സമഗ്രതയുടെയും മനുഷ്യാന്തസ്സിൻ്റെയും അടിസ്ഥാന മാനദണ്ഡങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം അക്കാദമിക് സ്ഥാപനങ്ങൾക്കുണ്ട്. ആവർത്തിച്ച് സെമിറ്റിക് വിരുദ്ധ വാചോടോപങ്ങളും ന്യായമായ ഭീകരതയും കടത്തിയ ഒരു ഉദ്യോഗസ്ഥയെ നീക്കം ചെയ്യുന്നത് ആ മാനദണ്ഡങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു അനിവാര്യ നടപടിയാണ്. ഇതൊരു സുപ്രധാന സന്ദേശം നൽകുന്നുവെന്നും ന്യൂയർ. അമേരിക്ക ഇസ്രായേൽ ക്രൂരതകൾക്ക് കുടപിടിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന സന്ദേശമാണ് ഇവിടെ നൽകുന്നത്. ഇവരുടെ നിഘണ്ടുവിൽ മാനവികത, മനുഷ്യത്വം എന്നീ വാക്കുകളില്ല എന്നതാണ് യാഥാർത്ഥ്യം.